സ്കൂൾ കെട്ടിടങ്ങളിലെല്ലാം അഗ്നിരക്ഷാ ഉപകരണം നിർബന്ധമാക്കി പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ സ്കൂൾ സുരക്ഷാ മാനുവൽ. നിലവിൽ ബഹുഭൂരിപക്ഷം സ്കൂളുകളിലും ഇതില്ല. തദ്ദേശ സ്ഥാപനത്തിന്റെ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് ഇല്ലാത്ത കെട്ടിടത്തിൽ സ്കൂളുകൾ പ്രവർത്തിക്കരുതെന്നും താൽക്കാലിക വാടക കെട്ടിടങ്ങളിലെ സ്കൂളുകൾക്കും ഇത് നിർബന്ധമാണെന്നും മാനുവൽ വ്യക്തമാക്കുന്നു. ഇടുക്കി ലൈവ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് കൊല്ലം തേവലക്കര ബോയ്സ് HSSൽ സ്കൂൾ വളപ്പിൽ വൈദ്യുത കമ്പിയിൽ നിന്ന് ഷോക്കേറ്റ് കഴിഞ്ഞ വർഷം വിദ്യാർത്ഥി മരിച്ച സംഭവത്തിന്റെ പശ്ചാത്തലത്തിലാണ് സുരക്ഷാ മാർഗനിർദ്ദേശങ്ങൾ കർശനമാക്കിയുള്ള പുതിയ മാനുവൽ. ഇതിലെ നിർദ്ദേശങ്ങൾ നടപ്പാക്കിയെന്ന് വിദ്യാഭ്യാസ ഓഫീസർമാർ പരിശോധനയിൽ ഉറപ്പാക്കണം. പാമ്പ് കയറിയിട്ടില്ലെന്ന് ഉറപ്പാക്കാൻ ദിവസവും പ്രവൃത്തി സമയത്തിന് മുൻപ് ക്ലാസ് മുറികളിൽ പരിശോധന നടത്തണമെന്നും വളപ്പിലെ കാടും പുല്ലും വർഷത്തിൽ 2 തവണയെങ്കിലും നീക്കണമെന്നും നിർദ്ദേശമുണ്ട്. വൃത്തിയുള്ള ശുചിമുറികളും ഭിന്നശേഷി സൌഹൃദ ശുചിമുറികളും ഉറപ്പാക്കണം. കമ്മിറ്റി രൂപീകരിച്ച് സുരക്ഷാ ഓഡിറ്റ് നടത്തണം. സ്കൂളുകളിൽ ഭക്ഷണം പാകം ചെയ്യുന്നവർക്ക് 6 മാസത്തിലൊരിക്കൽ ആരോഗ്യ പരിശോധന നടത്തി ഹെൽത്ത് കാർഡ് നൽകണം. ഭക്ഷണം കുട്ടികൾക്ക് വിളമ്പും മുൻപ് അധ്യാപകനോ സ്കൂൾ മാനേജ്മെന്റ് കമ്മിറ്റി അംഗമോ രുചിച്ച് നിലവാരം രജിസ്റ്ററിൽ രേഖപ്പെടുത്തണം. ന്യൂസ് ഡെസ്ക് ഇടുക്കി ലൈവ്. ഇടുക്കി ലൈവ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് Looking for the right beginning for your child? Admissions are now open for 2026 to 2027 at St. Martha's English Medium Nursery School, Kattappana. Managed by St. Martha's Sisters, our school offers a caring and secure environment where children learn with confidence and joy. With qualified teachers, a CBSE curriculum, engaging cultural activities, and a campus surrounded by natural beauty, we focus on the complete growth of every child. Transportation facilities are available for your convenience. To know more, call 98465 21767 or 99613 23329. St. Martha's English Medium Nursery School, Kattappana, where little learners grow with love.